ഏറ്റുമാനൂർ തങ്കവിഗ്രഹം മോഷ്ടിച്ച കള്ളൻ സ്റ്റീഫന്റെ കഥയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും പ്രമുഖവും പ്രസിദ്ധവുമായ ക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. രൗദ്രഭാവത്തിലുള്ള ശിവനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും വിശ്വാസികളുടെ ആകർഷണ കേന്ദ്രവും. പരശുരാമൻ കേരളത്തിൽ സ്ഥാപിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂർ ശിവക്ഷേത്രമെന്ന് ക്ഷേത്ര രേഖകൾ വ്യക്തമാക്കുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആകർഷണമാണ് ഏഴര പൊന്നാന. കുംഭമാസത്തിൽ ഉത്സവത്തിൻ്റെ 8ാം നാളിൽ നടത്തിവരുന്ന ഏഴര പൊന്നാന ദർശനം കാണുവാൻ ആയിരക്കണക്കിന് ഭക്തരാണ് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നായി എത്തിച്ചേരുന്നത്. തികച്ചും തങ്കത്തിൽ തീർത്ത 7 ആനകളും ഒരു ചെറിയ ആനയും ഒപ്പം ഒരു തങ്കവാഴക്കുലയും അന്നേ ദിവസം ഭക്തജനങ്ങൾക്കായി പ്രദർശിപ്പിക്കാറുണ്ട്. ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനും ഏഴര പൊന്നാന ശില്പത്തിനും നിർണയിക്കുവാൻ കഴിയാത്ത മൂല്യമാണ് ഉള്ളത്. 1981 മെയ് മാസം 23-ാം തീയതി വെളുപ്പിന് 3:30 ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തിയും മറ്റ് ജീവനക്കാരും ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ക്ഷേത്ര ശ്രീകോവിൽ തുറന്നു കിടക്കുന്നതും ഏറ്റുമാനൂർ മഹാദേവന്റെ തങ്കവിഗ്രഹം മോഷ്ടിക്കപ്പെട്ടതുമായാണ് അവർ കണ്ടത്. ഉടൻ തന്നെ ക്ഷേത്രത്തിലെ കഴകക്കാരനും മറ്റൊരു ജീവനക്കാരനും ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറിയെ വിവരം അറിയിച്ചു. ഉടൻ തന്നെ ക്ഷേത്രത്തിൽ കൂട്ടമണി മുഴങ്ങുകയും സമീപമുള്ള ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തുകയും ഉണ്ടായി. ഭക്തജനങ്ങളുടെ ആരാധനാമൂർത്തിയായ വിഗ്രഹം മോഷണം പോയെന്ന വിവരം അവരെ വളരെയധികം വേദനിപ്പിച്ചു. വിവരം ഉടൻ തന്നെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം ആരംഭിക്കുകയും ഉണ്ടായി. ഇതിനിടെ അപ്രതീക്ഷിതമായ ഒരു സംഭവം പോലീസിനെയും സർക്കാരിനെയും കടുത്ത സമ്മർദ്ദത്തിലാക്കി. അന്ന് കേരള മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ E.K. നായനാരോട് മോഷണത്തെപ്പറ്റി ചോദിച്ച പത്രപ്രവർത്തകരോട് തൻ്റെ സ്വതസിദ്ധമായ നർമ്മശൈലിയിൽ ഭഗവാന് എന്തിനാണ് പാറാവ് എന്ന് അദ്ദേഹം തിരികെ ചോദിച്ചു. ഇത് കേരളത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി. മുഖ്യമന്ത്രി വിശ്വാസികളെ അവഹേളിച്ചു എന്നും തങ്ങളുടെ ആരാധനാമൂർത്തിയായ മഹാദേവനെ അപമാനിച്ചു എന്നും വ്യാപകമായ ആരോപണമുണ്ടായി. വിശ്വാസികൾ സർക്കാരിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയും അത്തരം പ്രതികരണങ്ങൾ ഏതു വിധേനയും പ്രതിയെ കണ്ടെത്താതെ പറ്റില്ല എന്ന നിലയ്ക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തു. ലോക്കൽ പോലീസ് അന്വേഷണം യാതൊരു തുമ്പും കിട്ടാത്ത അവസ്ഥയിൽ അന്നത്തെ കോട്ടയം ജില്ലാ പോലീസ് മേധാവി തന്നെ ഉന്നത ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ വിഷമങ്ങൾ പറയുകയുമുണ്ടായി. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ പോലീസ് നായയെ പ്രവേശിക്കുവാൻ അനുവാദമുണ്ടായിരുന്നില്ല. ഇനി പ്രവേശിച്ചാൽ തന്നെ ക്ഷേത്രത്തിൽ ധാരാളം ഭക്തർ അനുദിനം വരുന്ന സ്ഥലമായതിനാൽ മോഷ്ടാവിനെ പ്രത്യേകമായി തിരിച്ചറിയുവാൻ സാധിക്കുമായിരുന്നില്ല. തന്നെയുമല്ല, പ്രതിയുടേതെന്ന് സംശയിക്കപ്പെടാവുന്ന വിരലടയാളങ്ങളൊന്നും ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ചിരുന്നതുമില്ല. അങ്ങനെ അന്വേഷണം വഴിമുട്ടി നിന്ന സാഹചര്യത്തിൽ സർക്കാർ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ഒരു 5 അംഗ അന്വേഷണ സംഘം രൂപീകരിക്കുകയുമുണ്ടായി. അന്വേഷണ സംഘം ക്ഷേത്ര പരിസരം പോലീസ് നായയെ ഉപയോഗിച്ച് പരിശോധിക്കുവാൻ തീരുമാനിച്ചു. ചില എതിർപ്പുകൾ ഉണ്ടായിയെങ്കിലും അന്വേഷണത്തെ മുന്നോട്ട് നയിക്കുവാൻ അത് ആവശ്യമാണെന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അക്കാര്യം അവർ ക്ഷേത്ര ഭരണാധികാരികളെ ബോധ്യപ്പെടുത്തുകയും സാഹചര്യത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ട ഭരണാധികാരികളും വിശ്വാസികളും അതിനെ അനുകൂലിക്കുകയും ചെയ്തു. അതായിരുന്നു ആ കേസിലെ നിർണായക വഴിത്തിരിവ്. ക്ഷേത്രത്തിലെത്തിയ പോലീസ് നായ അസാധാരണമായി ക്ഷേത്രക്കുളത്തിലേക്ക് ഓടുകയും തിരികെ വരികയും ഉണ്ടായി. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ചില സംശയങ്ങൾ ജനിപ്പിച്ചു. മോഷണവും ക്ഷേത്രക്കുളവുമായി എന്തോ ബന്ധമുണ്ടെന്ന് അവർ ഉറപ്പിച്ചു. ക്ഷേത്രക്കുളം വറ്റിക്കുവാൻ അവർ തീരുമാനമെടുത്തു. അതിനായി സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ അസാധാരണമായ ഒരു കാര്യം ശ്രദ്ധിച്ചു. ക്ഷേത്രക്കുളത്തിൽ ഒരു വെളുത്ത കടലാസ് കിടക്കുന്നു. പരിപാവനമായി കരുതപ്പെടുന്ന ക്ഷേത്രക്കുളങ്ങളിൽ, പ്രത്യേകിച്ച് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം പോലെ പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ കുളത്തിൽ അത്തരത്തിൽ കടലാസ് വലിച്ചെറിയുവാൻ ആരും മുതിരാറില്ല.
അദ്ദേഹം ആ കടലാസ് എടുത്തു. തിരുവനന്തപുരം ജില്ലയിലെ പാറശാല സ്വദേശിനിയായ രമണി എന്ന കുട്ടിയുടെ പേരും സ്കൂൾ അഡ്രസ്സുമാണ് അത് രേഖപ്പെടുത്തിയിരുന്നത്. പാറശാല സ്വദേശിനിയായ ഒരു കുട്ടിയുടെ നോട്ട്ബുക്കിൻ്റെ കടലാസ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ കുളത്തിൽ കാണപ്പെടുന്നത് തികച്ചും അസാധാരണമായിരുന്നു. ഒപ്പം തന്നെ ക്ഷേത്രക്കുളം വറ്റിച്ചപ്പോൾ ഒരു ഇരുമ്പ് പാരയും ലഭിക്കുകയുണ്ടായി. അത് ശ്രീകോവിൽ പൊളിക്കുവാൻ ഉപയോഗിച്ചതാണെന്ന് പോലീസ് ഉറപ്പിച്ചു. പോലീസ് രമണിയെ തേടി പാറശാലയിലേക്ക് തിരിച്ചു. പാറശാലയിലെത്തിയ പോലീസ് സംഘം അവിടുത്തെ പോലീസിൻ്റെ സഹായത്തോടു കൂടി രമണിയെ കണ്ടെത്തി. ചോദ്യം ചെയ്യലിൽ തൻ്റെ വീട്ടിൽ മണ്ണെണ്ണ വാങ്ങുവാൻ പണമില്ലാത്തതിനാൽ തൻ്റെ ബുക്ക് പേപ്പറുകൾ പാറശാലയിലുള്ള കൊച്ചുകുഞ്ഞൻ നാടാർ എന്ന ആളുടെ ഇരുമ്പ് കടയിൽ വിറ്റതാണെന്ന് രമണി മൊഴി നൽകി. പോലീസ് കൊച്ചുകുഞ്ഞൻ നാടാരുടെ കടയിലേക്ക് പാഞ്ഞു. അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ പോലീസ് കാണിച്ച കമ്പിപ്പാര തൻ്റെ കടയിൽ നിന്നും വിറ്റതാണെന്നും നെയ്യാറ്റിൻകര സ്വദേശിയായ സ്റ്റീഫൻ എന്ന യുവാവാണ് അത് വാങ്ങിയതെന്നും അത് പൊതിഞ്ഞു നൽകിയ കടലാസാണ് ക്ഷേത്രക്കുളത്തിൽ നിന്ന് ലഭിച്ചതെന്നും മൊഴി നൽകുകയും അവ തിരിച്ചറിയുകയും ചെയ്തു. പോലീസ് സ്റ്റീഫനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലിൽ സ്റ്റീഫൻ കുറ്റം സമ്മതിക്കുകയും ഉണ്ടായ സംഭവങ്ങൾ പോലീസിനോട് വിവരിക്കുകയും ചെയ്തു. ഏറ്റുമാനൂർ മഹാദേവ വിഗ്രഹവും 7.5 പൊന്നാന ശില്പവും അന്ന് കോടികൾ വിലമതിപ്പുള്ളതായിരുന്നു. അതിന് മുമ്പ് ചില വിഗ്രഹ മോഷണ കേസുകളിൽ ഉൾപ്പെട്ടിരുന്ന സ്റ്റീഫൻ ഇവ മോഷണം ചെയ്താൽ കിട്ടാവുന്ന സമ്പത്തിനെക്കുറിച്ച് സ്വപ്നം കണ്ടു. തൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും കടബാധ്യതകളും തീർത്ത് ഒരു ആഡംബര ജീവിതമായിരുന്നു അയാളുടെ മനസ്സിലുണ്ടായിരുന്നത്. അതിനാൽ അയാൾ കാലേക്കൂട്ടി പദ്ധതികൾ തീർത്തു. മോഷണ ദിവസത്തിന് 6 മാസം മുമ്പേ അയാൾ ഒരു ഭക്തനായി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും എത്തും. ആരും ശ്രദ്ധിക്കാത്ത വിധത്തിൽ അയാൾ ക്ഷേത്ര പരിസരം വീക്ഷിക്കുകയും ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കുവാനുള്ള മാർഗങ്ങൾ ഉറപ്പിക്കുകയും ചെയ്തു. പ്രശസ്തമായ ഏറ്റുമാനൂർ ഉത്സവത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് മോഷണ ശ്രമം നടന്നത്. ഉത്സവത്തിൻ്റെ ഭാഗമായി ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ചിരുന്ന താൽക്കാലിക തൂണുകളിൽ ഒന്നൊഴികെ എല്ലാം നീക്കം ചെയ്തിരുന്നു. അന്ന് രാത്രി സുരക്ഷാ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടാതെ തൂണിലൂടെ അയാൾ മേൽക്കൂരയിൽ കയറുകയും ഓട് പൊളിച്ച് തട്ടിൻ പുറത്ത് ഒളിക്കുകയും ചെയ്തു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ആചാരപരമായി നട അടച്ചതിന് ശേഷം പുറത്തുള്ള വലിയ ഓട്ടുമണി തുടർച്ചയായി മുഴക്കാറുണ്ട്. ഇത് മനസ്സിലാക്കിയ സ്റ്റീഫൻ കൂറ്റൻ മണി മുഴക്കുന്ന സമയത്ത് ശ്രീകോവിലിൻ്റെ പൂട്ട് കമ്പിപ്പാര ഉപയോഗിച്ച് പൊളിച്ച് അകത്ത് പ്രവേശിച്ചു. ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുവാൻ ഒരു ഭാഗമുണ്ടെന്ന് അയാൾക്ക് ബോധ്യമായി. അത് ക്ഷേത്രത്തിൻ്റെ തട്ടിൻ്റെ മുകളിലൂടെ ആണ് ഉള്ളത്. അയാൾ വളരെ മെനക്കെട്ട് ആ തട്ടിൻ്റെ മുകളിൽ കയറി ഒളിച്ചിരുന്നു. ഒരു തവണ അയാൾ തട്ടിന് മുകളിൽ കയറി പുലർച്ചെ വെളിയിൽ വന്നു. യഥാക്രമം 2 തവണ അയാൾ ഇത് പരീക്ഷിച്ചു നോക്കി. അയാൾ പിടിക്കപ്പെട്ടില്ല. അപ്പോൾ അയാൾക്ക് മനസ്സിലായി തട്ടിന് മുകളിൽ കയറി ഒളിച്ചിരുന്നാൽ ആരും പിടിക്കില്ല എന്ന്. അങ്ങനെ ഏത് വിധേനയും തട്ടിനു മുകളിൽ കയറിയാൽ തന്നെ വലിയൊരു തടിയിൽ നിർമ്മിതമായ കതവ് ഇടിച്ചു തുറന്നു വേണം അകത്ത് പ്രവേശിക്കുവാൻ. അന്നത്തെ ആ തടിക്കതവിൻ്റെ സാക്ഷ വളരെ ദുർബലമായിരുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഓടിനാൽ നിർമ്മിതമായ ഒരു വലിയ മണിയുണ്ട്. ആ മണി മുഴങ്ങുമ്പോൾ ഏകദേശം 5 കിലോമീറ്ററോളം ദൂരം ശബ്ദം കേൾക്കാം എന്നാണ് പറയപ്പെടുന്നത്. ഈ മണി ഒരു ദിവസം എത്ര തവണ അടിക്കുന്നുവെന്ന് ഈ മോഷ്ടാവ് വളരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചു. ശേഷം മണിയടിക്കുന്ന കൃത്യസമയത്ത് തന്നെ തട്ടിനു മുകളിലിരുന്ന് കതകിലടിക്കുകയും ചെയ്തു. മണിമുഴക്കത്തിൻ്റെ പ്രകമ്പനത്താൽ കതവിന് ഇടിക്കുന്നതിൻ്റെ ശബ്ദം മറ്റാർക്കും തിരിച്ചറിയാനായില്ല. അങ്ങനെ ഏകദേശം 5 തവണ പരിശ്രമിച്ചതിന് ശേഷം രാത്രി 10:30 മണിയോടുകൂടി ക്ഷേത്രത്തിൽ ബലി നടക്കുന്ന അവസരത്തിൽ അതിഗംഭീരമായ മണിശബ്ദം കേൾക്കാം. ആ മണിശബ്ദത്തോടെ അനുബന്ധിച്ച് കള്ളൻ കതകിൻ്റെ സാക്ഷ ഇളക്കിയെടുത്തു. എന്നിട്ട് അവിടെ പതുങ്ങി നിന്നു. പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് ശ്രീകോവിൽ അടച്ച് പൂജാരിമാരെല്ലാം പോയി. ഈ തക്ക സമയത്ത് കള്ളൻ സാക്ഷ മാറ്റി കതവ് തുറന്ന് അകത്തു കയറി.
ഈ കള്ളന് 7.5 പൊന്നാന ഉള്ള സ്ഥലത്ത് കയറാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം 7.5 പൊന്നാന ഭൂമിക്കടിയിലെ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത അറയ്ക്കുള്ളിലാണുള്ളത്. ഒരു സാധാരണ ആയുധം കൊണ്ട് 7.5 പൊന്നാന സൂക്ഷിച്ചിരുന്ന അറയിൽ കടന്നു കൂടാൻ ആവില്ല. പക്ഷേ ശ്രീകോവിലിൻ്റെ വിഗ്രഹം അറയിൽ സൂക്ഷിക്കുവാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ വിഗ്രഹം എടുത്തുകൊണ്ടു പോകാൻ പ്രയാസപ്പെടേണ്ടി വന്നില്ല കള്ളന്. വിഗ്രഹം അയാൾ കയ്യിലെടുത്തു. കൂടാതെ ദേവന്റെ കയ്യിലെ സ്വർണത്തിൽ നിർമ്മിതമായ അങ്കുലങ്ങളും അയാൾ കൈവശമാക്കി ക്ഷേത്രത്തിൽ നിന്നും രക്ഷപ്പെട്ടു. സാധാരണ ഒരു മോഷണ കേസ് നടന്നാൽ ഏകദേശം 80% മോഷണം മുതൽ മാത്രമേ തിരിച്ചു കിട്ടാറുള്ളൂ. എന്നാൽ ഏറ്റുമാനൂർ ക്ഷേത്ര കവർച്ചയിലെ പ്രത്യേകത 100% മോഷണം മുതലും തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. കാരണം മോഷ്ടാവ് ചിന്തിച്ചു, മോഷണ ശേഷം വിഗ്രഹത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം വിൽക്കുവാൻ പോയാൽ പിടിക്കപ്പെടും എന്നുള്ളത്. മോഷ്ടാവ് വിചാരിച്ചു, ഈ വിഗ്രഹവും അനുബന്ധ ഉരുപ്പടികളും സൂക്ഷിച്ചു വെച്ചതിന് ശേഷം സാവധാനം ആളുകൾ മോഷണം മറന്നു തുടങ്ങുമ്പോൾ വിറ്റ് കാശാക്കാമെന്ന്. ആയതിനാൽ ക്രൈംബ്രാഞ്ച് മോഷണം മുതൽ കണ്ടുപിടിച്ചപ്പോൾ 100%വും തിരിച്ചു കിട്ടി. തിരിച്ചു കിട്ടിയ മോഷണം മുതൽ ക്ഷേത്രത്തിന് കൈമാറി. സ്റ്റീഫൻ കേസിൽ ശിക്ഷിക്കപ്പെട്ടു. ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ദൈവനാമത്തിൽ വിശ്വസിച്ചു കൊള്ളുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണമേ എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിച്ചു കൊള്ളുന്നു. ഇനി അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം കൂട്ടുകാരേ.